ഇന്ന് ലോക നാളികേര ദിനം. കേരം തിങ്ങിയ നാടാണ് നമ്മുടെ കൊച്ചു കേരളം. കേരം എന്നാൽ നാളികേരം, തേങ്ങ എന്നാണ് അർത്ഥം. ലോകത്ത് ഏറ്റവും അധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലും. മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ് തെങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് തേങ്ങ. ഒരു വരുമാനമായി, ആചാരാനുഷ്ഠാനങ്ങളിലെ അവിഭാജ്യ ഘടകമായി, ആഹാര സാധനമായി എന്നിങ്ങനെയെല്ലാം പല വിധത്തിൽ നാം തെങ്ങിനെയും തേങ്ങയെയും ഉപകാരപ്പെടുത്തുന്നു. നാളികേരത്തിൻ്റെ ഉപയോഗവും സമൂഹത്തിൽ അതിൻ്റെ സ്വാധീനവും ഉയർത്തിക്കാട്ടുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആഘോഷിക്കുന്നു. തെങ്ങ് എന്ന കൽപ്പവൃക്ഷം, സംസ്കൃതത്തിൽ ശ്രീബലം എന്നും അറിയപ്പെടുന്ന തെങ്ങ് ഈന്തപ്പന കുടുംബത്തിലെ അറേക്കാസി അംഗമാണ്. കൂടാതെ കൊക്കോസ് ജനുസിലെ ഏക ജീവജാലവുമാണ് ഇത്. തല അല്ലെങ്കിൽ തലയോട്ടി എന്ന പഴയ പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് ഇതിൻ്റെ പേര് ഉരുത്തിരിഞ്ഞത്. കാരണം തെങ്ങിൻ്റെ ചിരട്ട ഒരു മനുഷ്യൻ്റെ മുഖത്തോട് സാമ്യമുള്ളതാണ്. ലോക നാളികേര ദിനം ചരിത്രം. ഭക്ഷണം, ഇന്ധനം, മരുന്ന്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, നിർമ്മാണ സാമഗ്രികൾ എന്നിവയെല്ലാമായി നാം തെങ്ങിനെ പ്രയോജനപ്പെടുത്തുന്നതിനാൽ പലപ്പോഴും ഇതിനെ ജീവൻ്റെ വൃക്ഷം എന്ന് വിളിക്കുന്നു. നാളികേരത്തിൻ്റെ ഉപയോഗവും സമൂഹത്തിൽ അതിൻ്റെ സ്വാധീനവും ഉയർത്തിക്കാട്ടുന്നതിനായി 2009 സെപ്റ്റംബർ 2 ഏഷ്യ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റി APCC ആദ്യത്തെ ലോക നാളികേര ദിനം ആഘോഷിച്ചത്. ലോക നാളികേര ദിനം 2021. അതിനുശേഷം എല്ലാ വർഷവും APCCയുടെ കീഴിൽ UNESCAP യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക് അവരുടെ നയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനും തേങ്ങയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലോകത്തിനു മുന്നിൽ തേങ്ങയെക്കുറിച്ച് അവബോധം കൊണ്ടുവരുന്നതിനുമായി ഈ ദിനം സംഘടിപ്പിക്കുന്നു. അതിൻ്റെ എണ്ണമറ്റ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ടുതന്നെയാണ് ഇത്തരമൊരു ദിനം സംഘടിപ്പിക്കുന്നത്.